ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടാരോ ട്രീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിനുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പമുള്ള ആ ഒരു സുന്ദരമായ നിമിഷങ്ങൾ മനസ്സിലോർക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ടെമ്പറൻസ് ആണ്. അവരിപ്പോൾ ഒരു ബാലൻസ് തേടുന്ന ഒരു ഫേസിലാണ്. ആൾ അത്ര ഇമോഷണൽ അല്ല, എക്സ്ട്രീമായിട്ടുള്ള ഒരു ആക്ഷനൊന്നുമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു ഹാർമണി വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പേജ് ഓഫ് വാൺസ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളോട് മെസ്സേജ് അയക്കണം, ഒരു റീച്ച് ഔട്ട് ആകണം എന്നൊരു പ്ലേഫുൾ സ്പാർക്കൊക്കെ ഉണ്ട്. പുതിയ തുടക്കത്തെ പറ്റി ആലോചിക്കുന്നു, പക്ഷേ ഫുൾ മെച്യൂരിറ്റി ഫേസിലല്ല. എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ ഒരു ഹൈ വാല്യൂ വ്യക്തിയായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അവരെ വളരെയധികം കെയർ ചെയ്ത, നച്ചുറിങ് ആയ, അട്രാക്റ്റീവായ വളരെ നല്ല ഒരു വ്യക്തിയായിട്ട് തന്നെ അവരിപ്പോഴും കണക്കാക്കുന്നു. നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ അട്രാക്ഷനും. എയ്റ്റ് ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആൾ മെൻ്റലി സ്റ്റക്കാണ്. ഒരു ഭയമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു, ഒരു കുറ്റബോധം, സിറ്റുവേഷനിലുള്ള ഒരു പ്രഷേഴ്സ്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ശരിക്കും കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ഓവറോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ സ്പ്രെഡ് എനർജി നോക്കുമ്പോൾ നിങ്ങളോട് ശരിക്കും ഒരു അട്രാക്ഷൻ ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, ഇമോഷണൽ വാംത് ഉണ്ട്. പക്ഷേ ആക്ഷൻ തടസ്സപ്പെടുത്തുന്നത് അവരുടെ ആ ഒരു മൈൻഡ് ബ്ലോക്കേജ് കൊണ്ടാണ് എന്ന് കാണിക്കുന്നു. നിങ്ങൾ അവർക്കിപ്പോഴും വളരെ സ്പെഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാഹചര്യങ്ങളുടെ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടോ അവരുടേതായ ചില ഭയങ്ങൾ കൊണ്ടോ ഒക്കെ ശരിക്കും മെൻ്റൽ ട്രാപ്പിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. അടുത്തതായി നമുക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് വാൺസ് ആണ്. ഇപ്പോൾ അവർക്കൊരു ഹെവി ബർഡൻ, അതായത് ശരിക്കും ഭാരം കൊണ്ട് നടക്കുന്ന അവസ്ഥ, റെസ്പോൺസിബിലിറ്റി, സ്ട്രെസ്സ്, ഗിൽറ്റ്, തേർഡ് പാർട്ടി പ്രഷർ, എന്തെങ്കിലുമൊക്കെ ഒരു വെയിറ്റ് ക്യാരി ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. മെൻ്റലി ശരിക്കും അവർ വളരെ ടയേർഡാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനുള്ള എനർജി അവർക്ക് ഈ ഒരു സമയം ഇല്ല. 2 ഓഫ് വാൺസ് ഒരു പ്ലാൻ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു. മൂവ് ഓൺ ചെയ്യണോ വെയിറ്റ് ചെയ്യണോ എന്നൊരു ക്രോസ് റോഡിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് കപ്സ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. എത്രയൊക്കെ വേറെ ഓഫേഴ്സൊക്കെ വന്നാലും, വേറെ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നൊരു ലോകത്തിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണ്. എത്രയൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചുറ്റിനും വന്നെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്കാണ് ശരിക്കും ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പിണക്കം അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അകൽച്ച, നോ കോണ്ടാക്ട് എന്നീ സിറ്റുവേഷനിൽ ഒക്കെ ആണെങ്കിൽ തന്നെയും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോലും ചെയ്യാൻ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഈഗോ ഹർട്ട് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ആ ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതായിട്ടും നിങ്ങൾ വിഷമത്തോടെ ഓർക്കുന്നുണ്ടാകാം. എങ്കിൽ തന്നെയും ഇപ്പോഴും പ്രയോറിറ്റി അവർ തന്നെയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ഫ്യൂച്ചർ എനർജിയാണ്. 9 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ ഒരു ട്വിസ്റ്റാണ് ഇതെന്ന് പറയാം. ഒരുപാട് മെൻ്റൽ ബ്ലോക്കേജിൽ കൂടി കടന്നുപോയി നിങ്ങളുടെ വ്യക്തി അവസാനം മനസ്സിലാക്കും അവരെ ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. കാരണം അവരുടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. ഫൈനൽ പ്രഡിക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ക്വിക്ക് ആക്ഷൻ ഇല്ല, ഒരു സ്ലോ തിങ്കിങ് ഫേസ് ആണ്. ആദ്യം ഒരു അവഗണന, ഒരു സൈലൻ്റ് മോഡ് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിനത് വേദന തരുന്നുണ്ടാകാം. അവർ അവഗണിച്ചു പോകുന്നു, എന്നെ തിരിഞ്ഞുപോലും നോക്കുന്നില്ലല്ലോ, ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ ശരിക്കും ഒരു ജാതകപരമായിട്ട് നമ്മളുടെ ആ ഒരു ദശാകാലത്തിൽ വരുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം നമ്മളുടെ റിലേഷൻഷിപ്പ് ആൻഡ് ഫിനാൻസിലെല്ലാം തന്നെ ശരിക്കും മാറ്റമുണ്ടാകും. അതിനനുസരിച്ച് നമ്മളുടെ ക്യാരക്ടർ മാറും. ആ ഒരു സമയം അതനുസരിച്ച് തന്നെ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാകൂ. സുഖവും സന്തോഷവും ഒരുമിച്ച് ചേരുന്നതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ശനിദശ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ബന്ധങ്ങളിലാണ് പരീക്ഷണം നടക്കുന്നത്. കർമ്മകാരകനായ ശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് വഴി നമ്മുടെ ജീവിതം ശരിക്കും ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകും. കാര്യങ്ങളെല്ലാം തന്നെ മന്ദഗതിയിലാക്കുമെങ്കിലും ശനി വിട്ടൊഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ അതുവരെ ചെയ്ത ആ ഒരു കഠിന പ്രയത്നങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു അനുഗ്രഹവും
അതുപോലെ തന്നെ ഫലവും തന്നിട്ടേ മടങ്ങിപ്പോകൂ. നമുക്ക് ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നമ്മൾ പലപ്പോഴും ഇരുട്ടിൽ തപ്പുക എന്ന് പറയും. ചിലർക്ക് കരിയർ ആയിരിക്കാം, ചിലർക്ക് ബന്ധങ്ങളായിരിക്കാം. അതുവരെയും സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം പെട്ടെന്ന് മാറി നമ്മൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത്, ആ ഒരു സമയം നമുക്ക് ജാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആ ഒരു ഗ്രഹസ്ഥിതി മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ജീവിത ദിനചര്യകളും എല്ലാം തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ അതുവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അനുകൂലമാകുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി എത്രയൊക്കെ അകന്നിരുന്നെങ്കിൽ തന്നെയും അവരിപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നത് പോലെ തന്നെ. ഉടനെ ഒരു ആക്ഷൻ ഇല്ലാത്തത് തന്നെ അവരുടെ ജാതകവശാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കും വരാവുന്നതാണല്ലോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പലർക്കും സാഹചര്യങ്ങൾ പലതാണ്. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി ചിന്തിക്കുക. അവരുടെയും നിങ്ങളുടെയും എല്ലാം തന്നെ ദോഷകാലഘട്ടം മാറുന്ന ഒരു സമയം അവർ തീർച്ചയായും നിങ്ങൾക്കരികിലേക്ക് എത്തും. നിങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് സ്റ്റേ ഇൻ യുവർ ഇമോഷണൽ പവർ. നിങ്ങൾ ഓൾറെഡി വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രാർത്ഥനയിലൂടെ മെഡിറ്റേഷനിലൂടെയൊക്കെ ശരിക്കും മൈൻഡ് കൺട്രോൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ എന്ന് പറയുന്നത് ശക്തമാവുകയുള്ളൂ. ഈ ഒരു കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു എനർജി ഒരിക്കലും ബഗ്ഗിയില്ല. അത്രത്തോളം അമൂല്യമായ ഒരു സ്നേഹമായതിനാൽ തന്നെ ശരിക്കും ക്യൂൻ എനർജിയാണ്. പരസ്പരം ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു സ്നേഹം, അതിനാണ് ഇവിടെ വാല്യൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ്. ശരിക്കും ഒരു എമ്പതിയൊക്കെ വേണം, പക്ഷേ ഒരിക്കലും ഒരു സെൽഫ് സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ മറന്ന് സാക്രിഫൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്നെപ്പോഴും ചിന്തിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഒരുപാട് മനസ്സ് വിഷമിച്ച് ദിവസവും രാത്രിയിൽ ഉറക്കമില്ലാതെ കരയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ കണക്കാക്കുക. ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയാണ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യം. ഒരു ഓവർ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി അവരെ ദിനവും ചേസ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു വാല്യൂ ഒക്കെ ഒന്ന് മനസ്സിലാക്കി മനസ്സിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക. കാരണം സ്നേഹം എന്നത് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ബലമായി പിടിച്ചു വാങ്ങേണ്ടുന്ന ഒന്നല്ല സ്നേഹം എന്ന് പറയുന്നത്. വിശ്വാസം കൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിവൈൻ മെസ്സേജസ് എന്ന് പറയുന്നത്. ഈ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന ഡിവൈന് നന്ദി പറയുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസണേറ്റ് ചെയ്യുകയില്ല. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദ ഡിവൈൻ പവറിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിലെ ഭാരം ഒഴിയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നിങ്ങളുടെ ഓവർ തിങ്കിങ് അവിടെ വെച്ച് അവസാനിക്കും. നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിലൊരു നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ എൻ്റെ പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ എൻ്റെ വിശേഷാൽ പ്രാർത്ഥനയിലെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.